യുഎയിലെ തൊഴിൽ വിപണിയിൽ ജോലി ചെയ്യുന്ന ഏതൊരു പ്രവാസിക്കും പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകൾ വിവരണാതീതമാണ്. കമ്പനികളുടെ പുനഃസംഘടന, പദ്ധതികൾ പൂർത്തിയാകൽ അല്ലെങ്കിൽ സാമ്പത്തിക മന്ദഗതി എന്നിവ കാരണം അപ്രതീക്ഷിതമായി തൊഴിൽ രഹിതരാകുന്ന ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് വലിയൊരു ആശ്വാസമായി മാറിയ പദ്ധതിയാണ് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് അഥവാ ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെന്റ്. യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയവും ദുബായ് ഇൻഷുറൻസ് ഉൾപ്പെടുന്ന പൊതു ഇൻഷുറൻസ് പൂളും ചേർന്നാണ് ഈ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. 2023 ജനുവരി 1 മുതൽ യുഎഇയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്വകാര്യ ഫെഡറൽ സർക്കാർ മേഖലാ ജീവനക്കാർക്കും ഇത് നിർബന്ധിതമാക്കിയിട്ടുണ്ട്. തൊഴിൽ നഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് പുതിയൊരു ജോലി കണ്ടെത്തുന്നതുവരെയുള്ള ഇടവേളകളിൽ സാമ്പത്തിക കൈത്താങ് നൽകുക എന്നതാണ് ഈ സുരക്ഷാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്രതീക്ഷിതമായി തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളിൽ ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ 60% തുക പരമാവധി 3 മാസത്തേക്ക് ഇൻഷുറൻസ് ആനുകൂല്യമായി നൽകുന്ന സംവിധാനമാണ് ILOE. ഈ പദ്ധതിയെക്കുറിച്ച് പ്രവാസികൾക്കിടയിലുള്ള വലിയൊരു തെറ്റിദ്ധാരണ ഇത് അവരുടെ എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റിക്ക് പകരമുള്ളതാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഗ്രാറ്റുവിറ്റിയും തൊഴിലില്ലായ്മ ഇൻഷുറൻസും തികച്ചും വ്യത്യസ്തമായ രണ്ട് ആനുകൂല്യങ്ങളാണ്. ഗ്രാറ്റുവിറ്റി എന്നത് ഒരു ജീവനക്കാരൻ സ്ഥാപനത്തിന് നൽകിയ സേവനത്തിന് തൊഴിലുടമ നൽകുന്ന എൻഡ് ഓഫ് സർവീസ് തുകയാണ്. എന്നാൽ ILOE എന്നത് തൊഴിലുടമയുടെ പങ്കാളിത്തമില്ലാതെ ജീവനക്കാരൻ നേരിട്ട് ഇൻഷുറൻസ് പൂളിലേക്ക് അയക്കുന്ന പ്രീമിയത്തിന് പകരമായി സർക്കാർ മേൽനോട്ടത്തിൽ ലഭിക്കുന്ന വരുമാന സുരക്ഷാ സഹായമാണ്. അതിനാൽ തൊഴിൽ നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് കമ്പനി നൽകുന്ന എല്ലാ സർവീസ് ആനുകൂല്യങ്ങളും വാങ്ങുന്നതോടൊപ്പം തന്നെ ILOE ക്ലെയിം ചെയ്യാനും സാധിക്കും. തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കി പ്രധാനമായും 2 നിരക്കുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 16,000 ദിർഹമോ അതിൽ താഴെയോ അടിസ്ഥാന ശമ്പളമുള്ളവർ ടയർ 1-ലും 16,000 ദിർഹത്തിന് മുകളിൽ അടിസ്ഥാന ശമ്പളമുള്ളവർ ടയർ 2-ലും ഉൾപ്പെടുന്നുണ്ട്. ടയർ 1-ൽ ഉൾപ്പെടുന്നവർ പ്രതിമാസം 5 ദിർഹം നിരക്കിലാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. ഇവർക്ക് തൊഴിൽ നഷ്ടമായാൽ മാസം പരമാവധി 10,000 ദിർഹം വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കും. എന്നാൽ 16,000 ദിർഹത്തിന് മുകളിൽ ശമ്പളമുള്ള ടയർ 2-ലുള്ളവർ പ്രതിമാസം 10 ദിർഹമാണ് പ്രീമിയം അടയ്ക്കേണ്ടത്. ഇവർക്ക് മാസം പരമാവധി 20,000 ദിർഹം വരെ ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 16,000 ദിർഹത്തിന് മുകളിലേക്ക് ഉയരുകയാണെങ്കിൽ അവർ ILOE പോർട്ടലിൽ കയറി സ്വന്തമായി ടയർ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ചില നിർണായക മാറ്റങ്ങൾ അധികൃതർ നടപ്പിലാക്കിയിട്ടുണ്ട്. മുൻപ് മാസം തോറുമോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ പ്രീമിയം അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പുതുതായി ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവർ കുറഞ്ഞത് 2 വർഷത്തെ കാലാവധിയുള്ള പോളിസി ഒറ്റത്തവണയായി തന്നെ എടുക്കണമെന്ന് നിയമമുണ്ട്. കൂടാതെ ഒരു പ്രവാസി തന്റെ യുഎഇയിലെ മുഴുവൻ ഔദ്യോഗിക ജീവിത കാലയളവിലും കൂടി ആകെ പരമാവധി 12 മാസത്തെ ആനുകൂല്യം മാത്രമേ ILOE വഴി കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന വിവരവും പ്രധാനമാണ്. എല്ലാ പ്രവാസികൾക്കും ഈ ഇൻഷുറൻസ് ബാധകമല്ല. കമ്പനി നിക്ഷേപകർ അല്ലെങ്കിൽ ബിസിനസ് ഉടമകൾ, ഗാർഹിക തൊഴിലാളികൾ, താൽക്കാലിക കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ, 18 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ, പെൻഷൻ കൈപ്പറ്റുന്ന വിരമിച്ച ജീവനക്കാർ എന്നിവരെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. യുഎഇയിൽ തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാതിരിക്കുന്നതും പ്രീമിയം തുക കൃത്യമായി അടയ്ക്കാതിരിക്കുന്നതും ഗുരുതരമായ നിയമലംഘനമായാണ് അധികൃതർ കണക്കാക്കുന്നത്. ഇൻഷുറൻസിൽ നിശ്ചിത സമയത്തിനകം രജിസ്റ്റർ ചെയ്യാത്ത ജീവനക്കാർക്ക് 400 ദിർഹം പിഴ ചുമത്തുന്നതാണ്. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രീമിയം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 200 ദിർഹം പിഴ ഈടാക്കും. ഇത്തരത്തിലുള്ള പിഴകൾ അടച്ചു തീർത്തില്ലെങ്കിൽ അത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി തുകയിൽ നിന്നോ നേരിട്ട് ഈടാക്കാൻ അധികൃതർക്ക് അധികാരമുണ്ട്. ഇതുകൂടാതെ പിഴ കുടിശ്ശികയുള്ളവർക്ക് പുതിയ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനും ലേബർ കാർഡ് സേവനങ്ങൾക്കും വിസ പുതുക്കുന്നതിനും തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അതിനാൽ യുഎഇയിലെ ഓരോ ജീവനക്കാരനും തങ്ങളുടെ പോളിസി നിലവിലുണ്ടെന്നും അടവുകൾ കൃത്യമാണെന്നും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. തൊഴിൽ നഷ്ടപ്പെട്ടാലുടൻ ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ ചില കർശനമായ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ നഷ്ടപ്പെടുന്നതിന് മുമ്പ് കുറഞ്ഞത് തുടർച്ചയായി 12 മാസമെങ്കിലും വ്യക്തി ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായി പ്രീമിയം അടച്ചിരിക്കണം എന്നതാണ്. ഈ 12 മാസത്തെ കാലയളവിനിടയിൽ 3 മാസത്തിൽ കൂടുതൽ പ്രീമിയം അടയ്ക്കാതിരിക്കുന്ന ഇടവേളകൾ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമതായി, ജോലി നഷ്ടപ്പെട്ടത് സ്വമേധയാ രാജിവെച്ചതാകരുത്. പിരിച്ചുവിടൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് തെളിയിക്കുന്ന കമ്പനി ടെർമിനേഷൻ ലെറ്ററും മോഹറെ രേഖകളും നിർബന്ധമാണ്. കൂടാതെ യുഎഇ ലേബർ നിയമത്തിലെ ആർട്ടിക്കിൾ 44 പ്രകാരം അച്ചടക്ക ലംഘനം, വഞ്ചന അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചകൾ എന്നിവയുടെ പേരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല. തൊഴിൽ നഷ്ടപ്പെട്ട് കൃത്യമായി 30 ദിവസത്തിനകം തന്നെ ILOE പോർട്ടലിലൂടെയോ ആപ്പിലൂടെയോ ക്ലെയിം സമർപ്പിച്ചിരിക്കണം. 30 ദിവസം കഴിഞ്ഞ് സമർപ്പിക്കുന്ന അപേക്ഷകൾ മറ്റ് യോഗ്യതകൾ ഉണ്ടെങ്കിൽ പോലും സിസ്റ്റം സ്വയം നിരസിക്കുന്നതാണ്. ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് തൊഴിലുടമ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കിയിരിക്കണം എന്നതും നിങ്ങൾ യുഎഇയിൽ തന്നെ തുടരുന്നു എന്ന് തെളിയിക്കുന്ന GDRFA ട്രാവൽ റിപ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണമെന്നതും പ്രധാനമാണ്.
ILOE.AE എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിച്ച് എമിറേറ്റ്സ് ഐഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ടെർമിനേഷൻ ലെറ്റർ, അവസാനം ലഭിച്ച സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് അക്കൗണ്ട്, IBAN വിവരങ്ങൾ എന്നിവ സമർപ്പിച്ച് അപേക്ഷ നൽകാം. അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. പ്രവാസ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തൊഴിൽ അനിശ്ചിതത്വങ്ങളെ ധീരമായി നേരിടാനും സാമ്പത്തിക തകർച്ച ഒഴിവാക്കാനും ILOE ഇൻഷുറൻസ് ഓരോ പ്രവാസിക്കും വലിയൊരു സംരക്ഷണ കവചമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.